ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യുന്നു, പിന്നെ ക്ലീനിങ്, ഓർഗനൈസിങ്, ഫുഡ് അടി, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഓഫുള്ളൊരു ഡേ ആണേ. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഉള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുവാണേ. എന്നാലേ ഒന്നൊരു വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുകയുള്ളൂ, എന്നാലേ ആ ഒരു ഡേ ഒന്ന് ഒരു ഉഷാറാവത്തുള്ളൂ. അപ്പം രാവിലെ എണ്ണീറ്റ് കുറച്ച് നേരം ഒന്ന് ആ ഒരു വെളിയിലൊക്കെ നോക്കി കുറച്ച് നേരം ഒന്ന് നിന്നു. പിന്നെ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് സെറ്റായി. ഇനി നമുക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാം. എൻ്റെ ഒരു യൂഷ്വൽ ഡേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഓഫീസിലൊക്കെ പോകാൻ തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോവും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് നേരം എണ്ണിറ്റ് ഒരു സ്ലോ മോർണിംഗ് ആയിരിക്കും. അപ്പം രാവിലെയൊക്കെ എണ്ണിറ്റ് പതുക്കെ ഒന്ന് ആ ഒരു ജനലിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആലോചിച്ച് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് അങ്ങനെയാണ് എൻ്റെ ഒരു യൂഷ്വൽ ഡേയ്സ് പോണത്. ഇതിപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഒരു ഡേ പ്ലാൻ ചെയ്തേക്കണം, അങ്ങനെ കാണിക്കാനാണ്. ഇന്ന് വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ആ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇരുന്ന് അങ്ങനത്തെ ഒരു സ്ലോ ആയിട്ട് പോകണതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ചുകൂടി തിരക്ക് പിടിക്കാത്ത ദിവസങ്ങൾ പോകുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം വന്നപ്പോഴത്തേക്ക് ഞാൻ സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞ് ഹെയറൊക്കെ സെറ്റാക്കി റെഡിയാക്കി പിന്നെ നേരെ കിച്ചണിലോട്ടാണ് പോയത്. ഞാൻ എണ്ണിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുണ്ട്. അപ്പം അമ്മ എല്ലാം സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മ പറയുന്നത് ഞാൻ പോകുന്നിടം വരെ മോള് റെസ്റ്റ് എടുക്ക്, ഞാൻ അതുവരെ മോളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട് അമ്മ ചെയ്യേണ്ടത്, പക്ഷേ അമ്മ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതുമുണ്ട്, പിന്നെ ഗ്രീൻ ടീ ഉണ്ട്. ഗ്രീൻ ടീ എൻ്റെ ഓൾ ഡേയ്സ് ഞാൻ എടുക്കുന്ന സാധനം തന്നെയാണ്. ഇത് ഞാൻ പുറത്ത് ഒരു മീൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം രാവിലെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ മുട്ടയും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും ഇഡ്ഡലിയും സാമ്പാറും ഗ്രീൻ ടീയുമാണ്. ഗ്രീൻ ടീ ഭയങ്കര ഹെൽത്തിന് കിട്ടലാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, നിങ്ങൾ ചായയും കട്ടനും ഒക്കെ കുടിക്കുന്നതിനേക്കാളും ഷുഗർ ഇല്ലാത്ത ഗ്രീൻ ടീ കുടിക്കുന്നത് ഹെൽത്തിനും സ്കിന്നിനും ഹെയറിനും എല്ലാം കിടിലമാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ലഞ്ചിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. രാവിലെ മീൻ ഓർഡർ ചെയ്തത് അയലയായിരുന്നു. അപ്പോൾ അയലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇനി അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് സെറ്റാക്കി അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മയാണ് നമ്മുടെ കറികളെല്ലാം ഇന്ന് സെറ്റാക്കണത്. ഞാൻ അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അമ്മ അപ്പോഴത്തേനും മെഴുക്കുവരട്ടിയും തോരനും എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇന്നത്തെ ബീട്രൂട്ട് തോരനും അതേപോലെ കോവയ്ക്കയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം ഒന്ന് ഡൈനിങ് ടേബിളും നമ്മുടെ ലിവിങ് റൂമും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കുവാണേ. ഇത് നമ്മൾ വീക്കിലി വൺസ് അല്ലെന്നുണ്ടെങ്കിൽ വീക്കിലി ട്വൈസ് ഒക്കെ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്യുവാണ്. പിന്നെ ഞാൻ ഇന്നലെ ഈവനിങ് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയപ്പം മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതേപോലെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ അടുക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. പണ്ടൊന്നും ഫ്രൂട്ട്സ് ഞാൻ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഈവനിങ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെക്കാറുണ്ട്. അതേപോലെ നല്ലതാണല്ലോ, ഇപ്പം സമ്മറും കൂടി ആയതുകൊണ്ട് കുറച്ച് തണുപ്പും കാര്യങ്ങളും ഒക്കെ ദേഹത്തേക്ക് കയറുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുള്ളത് ആപ്പിളും ഓറഞ്ചും പ്ലമ്മും ഒക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഗ്രേപ്സും വാങ്ങിച്ചിട്ടുണ്ട്, അത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചു. തണുത്ത് ഗ്രേപ്സ് കഴിക്കണത് നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ബനാനയും കൂടി വാങ്ങിച്ചിട്ടുണ്ടേ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കാനുണ്ടായിരുന്നേ. അതായത് പയറ്, പരിപ്പ്, ഉഴുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അടുക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ജസ്റ്റ് ക്ലിപ്പിട്ട് വെക്കത്തേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഞാൻ ക്ലീനാക്കിയ ബോട്ടിൽസ് എല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്ത് നമ്മളതെല്ലാം ഫില്ല് ചെയ്യുകയാണ്.
ഈ പിങ്ക് സോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽത്തിനൊക്കെ കിടിലമാണ്. നമ്മൾ ഈ മറ്റേ വൈറ്റ് സോൾട്ടിനെക്കാട്ടിലും ഈ പിങ്ക് സോൾട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു ഹിമാലയൻ പറയണത് എനിക്ക് തോന്നുന്നു ഹിമാലയൻ സോൾട്ട് എന്തോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കൂടുതലും ഫുഡിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഹെൽത്തിനൊക്കെ, മറ്റേ സോൾട്ടിനെക്കാട്ടിലും അപേക്ഷിച്ച്. പിന്നെ പയറൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കുവാണേ, പയർ അതേപോലെ ഉഴുന്ന് അതൊക്കെ. അപ്പോൾ അതെല്ലാം ബോട്ടിലെല്ലാം ആക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതൊരു 11-11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ചെറുതായിട്ട് വിശക്കും. അപ്പം ഞാൻ ഓടിപ്പോയി ഞാൻ ഫ്രിഡ്ജിൽ നോക്കുവാണ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ കഴിക്കാനായിട്ടെന്ന്. അപ്പോൾ ഇന്നലെ എടുത്ത് വെച്ച ഗ്രേപ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് കഴിക്കാം. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവം തന്നെയാണ്, എന്തെങ്കിലും വിശന്ന് കഴിഞ്ഞാൽ ഓടി ഒന്ന് ഫ്രിഡ്ജിൽ നോക്കും അല്ലേ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ഒരു പരിപാടി തന്നെയാണ്, ഞാൻ ഓടി ഒന്ന് ഫ്രിഡ്ജിൽ നോക്കും, എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടും, അപ്പോൾ അതെടുത്ത് കഴിക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഫ്രൂട്ട്സ് ആണ്, ഗ്രേപ്സ് ആണ്, നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ പോയി ലോണ്ട്രിക്ക് ഇടാനുണ്ട്, കുറേ അധികം ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്യാൻ ഇടവാണേ. ഈ ഒരു ഫാബ്രിക് സോഫ്റ്റ്നറിൻ്റെ ഈ ഒരു ലിക്വിഡ് കിടിലമാണ് കേട്ടോ, ഭയങ്കര മണമാണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചാലും മതി, നല്ല മണമായിരിക്കും. അത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്, അപ്പം വാങ്ങിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല മണവും നല്ല ഉടുപ്പുകൾക്കൊക്കെ നല്ല മണമായിരിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ലിവിങ് റൂമിൽ ഇങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് വാക്യൂം ക്ലീനർ വെച്ചിട്ട് ആ ഒരു ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഈ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കത്തുമില്ല, സ്പീഡിൽ ചെയ്യാനും പറ്റും. ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ പതുക്കെ ജോലികളെല്ലാം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി അടുത്ത് ലഞ്ചിനുള്ള പരിപാടി നോക്കാം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ചോറെടുത്തു. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ചോറും കൂടുതൽ കൂട്ടാനും കഴിക്കണത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുറച്ച് ചോറും ബീട്രൂട്ട് തോരനും അതേപോലെ മീൻ കറിയും അതേപോലെ മെഴുക്കുവരട്ടിയും പിന്നെ ഇന്ന് വെച്ചിട്ടുള്ളത് മോരുകറിയുമാണ്. അമ്മ ഒക്കെ വെക്കണത് തേങ്ങ അരച്ചുള്ള ചെറുതായിട്ട് കുറച്ച് തേങ്ങ അരച്ചുള്ള മോരുകറിയാണ്. ഞാൻ സാധാരണ വെക്കാറ് നമ്മൾ നോർമൽ ജസ്റ്റ് തൈരിങ്ങനെ അടിച്ച് മിക്സിയിലിട്ട് അടിച്ച് എടുക്കുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ രാവിലത്തെ കുറച്ച് സാമ്പാറും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. പിന്നെ മറന്നുപോയി, പിന്നെ അച്ചാറും കൂടിയുണ്ട്, മാങ്ങാച്ചാറും കൂടിയുണ്ട്. അതമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഉണക്കിയ മാങ്ങാച്ചാറാണ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതെല്ലാം കഴിക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പാത്രമൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. പിന്നെ ഒന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മധുരം കഴിക്കണ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഫ്രൂട്ട്സാണ്. ഇന്ന് ബനാനയാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ ക്രോസൈൻറ്റോ അങ്ങനെ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ബനാനയാണ്. കുറച്ച് മധുരം കിട്ടുവാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ അത് ബനാനയും അതേപോലെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് എഡിറ്റും കുറച്ച് വർക്ക് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുവാണേ. കുറച്ച് കോഫി കുടിക്കാനൊരാഗ്രഹം. ഞാനിപ്പോൾ സ്ഥിരം
ഈവനിങ് അതെനിക്കൊരു ക്രേവിങ്സ് പോലെ ആയി പോയിട്ടുണ്ട്, കോഫി കുടിക്കുക എന്നുള്ളത്. അതും ഈ 3-in-1 കോഫി നെസ്കഫേയുടെ നല്ല കിടിലം ടേസ്റ്റാണ്. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് മിസ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാനിതിപ്പോൾ ഡെയിലി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, നിർത്തണം. പക്ഷേ എന്തോ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കുടിക്കുന്നത്. നെസ്കഫേയുടെ 3-in-1, അതിനകത്ത് ഷുഗറും കോഫിയും മിൽക്കും എല്ലാം ചേരുന്നതാണ്. അപ്പോൾ അതൊരു ഒറ്റ മഗ്ഗിൽ കുടിക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിപ്സും ഉണ്ട്. അതിൻ്റെ മണമൊക്കെ ഭയങ്കര കിടിലാണ്. അതെനിക്ക് ആ ഒരു മണം കിട്ടുമ്പോഴേ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ അതെല്ലാം കുടിച്ച് ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈവനിങ് ആയി 7-7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് കുളിച്ച് ഫ്രഷായി സെൽഫ് കെയർ ഒക്കെ കൊടുത്ത് പിന്നെ നേരെ പ്രാർത്ഥിക്കാനായിട്ട് പോവും. അതിൻ്റെ ഒരു അരമണിക്കൂർ പ്രാർത്ഥനയാണ്. കൊന്തമാലയൊക്കെ ചൊല്ലി ഒക്കെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഈവനിങ് ഫുഡ് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടല്ലോ. നമ്മൾ ലഞ്ചിന് കഴിച്ച ചോറൊന്നുമല്ല, ഈവനിങ്ങിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തെ മെഴുക്കുവരട്ടിയാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. കോവയ്ക്കയും ക്യാരറ്റും വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് മിക്സ് ചെയ്യണത്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഉച്ചയ്ക്കത്തെ മെഴുക്കുവരട്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഡിന്നർ ഞാൻ സെറ്റ് ചെയ്യണത് ഇപ്പം എപ്പോഴും ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത എൻ്റെ പ്ലേറ്റ്. അതിൻ്റെ കൂടെ ചപ്പാത്തിയുണ്ട്. ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആപ്പിളും ഗ്രേപ്സുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നില്ലേ മുട്ട പൊട്ടിച്ചൊഴിച്ച് മെഴുക്കുരുട്ടി ഇട്ടേക്കണം, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരനും. ഇതാണ് എൻ്റെ പ്ലേറ്റ് എന്ന് പറയുന്നത് ഡിന്നർ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട്. ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം TV കാണാനായിട്ടിരിക്കും. കുറച്ച് നേരം TV ഒക്കെ കണ്ട് പിന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ നടക്കാനായിട്ട് പോകും ഞാനും അമ്മയും. ഇപ്പം കൂടുതലും ഒരു 12 മണി 11:30 ഒക്കെ ആകുമ്പോഴാണ് നടക്കാൻ പോവാറ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹ്യൂമിഡിറ്റിയും ആവിയൊക്കെ പറക്കണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഒരു 11-11:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നടക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയുകയും ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.